ഹലോ ഗൈസ്, ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അത് രാവിലെ ഞാൻ കഴിച്ചത് മാഗി മുട്ട പുഴുങ്ങിയതായിരുന്നു. അമ്മമ്മ ഈത്തപ്പഴം മുട്ട പുഴുങ്ങിയതും കഴിച്ചു. പിന്നെ ഒരു പപ്പങ്ങ ഉണ്ടായത് അമ്മമ്മ കുത്തിയിട്ട് കേട്ടോ. അങ്ങനെ അത് പരിപ്പിട്ട് കറി വെച്ചു. തേങ്ങ അരച്ച് വെച്ചില്ലായിരുന്നു. ഓൾറെഡി തേങ്ങ അരച്ച് വെച്ചാൽ ഇന്നലത്തെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കുളിച്ച് വന്നു. കുറച്ച് റീൽസൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അമ്മമ്മ ഇരുന്ന് പത്രം വായിക്കണമായിരുന്നു. അമ്മമ്മ എല്ലാ ദിവസവും പത്രം വായിക്കും. പിന്നെ അതിൻ്റെ പുറകിൽ ഒരാൾ കിടന്ന് നല്ല ഉറക്കമാണ്. നമ്മുടെ പൂജ സാറ് രാവിലെ കുറച്ച് ചാളയൊക്കെ തിന്നായിരുന്നു. അതിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ച് കിടന്നുറങ്ങി. ഈവനിങ് ആയപ്പോൾ ഞാൻ ചായ ഇട്ടപ്പോഴേക്കും അമ്മ കയറി വന്നു. നമുക്ക് ഏരമീനും കൊണ്ടാട്ടോ വന്നത്. അങ്ങനെ ഞാൻ ചായയും കുടിച്ച് കുറച്ച് ഉള്ളിയൊക്കെ തോന്നി കുടിച്ച് കൊടുത്തു. ഇനി നമുക്കത് കറി വെക്കാം. ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലയും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുത്ത് വെക്കുക. അതിലേക്ക് ഒന്ന് ഒഴിക്കുക. ഉള്ളിയിടുക. ഉള്ളിയോട് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ അരപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അരപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മസാല ഒന്ന് സെറ്റ് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പുളി ഇട്ട് വെച്ച വെള്ളവും പുളിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിത് താളിക്കാൻ എടുക്കുന്ന പാത്രം കേട്ടോ. ഇനി വേറെ പാത്രത്തിലേക്ക് ഈ വെള്ളവും കൂടി എല്ലാം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മുടെ മീനും ഇട്ട് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ കറി സെറ്റാകും. ഒരു 20-25 മിനിറ്റ് മതി കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.